നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ WCPO അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ മെയിൻസ് പരീക്ഷ എഴുതിയവരിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാർക്ക് റേഞ്ചിന്റെ കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനകത്ത് 30 അല്ലെങ്കിൽ 40 ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഏകദേശം 24% ആൾക്കാരാണ് നമ്മുടെ WCPO മെയിൻസ് എഴുതുന്ന പരീക്ഷയിൽ ഏകദേശം 30-40 മാർക്ക് റേഞ്ചിനകത്ത് ഏകദേശം 24 പേരാണുള്ളത്. അതുപോലെ തന്നെ 40-50 മാർക്ക് റേഞ്ചിനകത്ത് ഏകദേശം 16 പേരും, അതുപോലെ 50-60 എന്ന് പറയുമ്പോൾ 50-60 ആ ഒരു റേഞ്ചിൽ ഏകദേശം 12 പേരും, അതുപോലെ തന്നെ 60-70 കൂടുതൽ മാർക്കുള്ളത് ഏകദേശം 8 പേരുമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 30-40 ആ ഒരു റേഞ്ചാണ്. അതുപോലെ അതിനുശേഷം വരുന്നത് 40-50. അപ്പോൾ എന്തായാലും ആ ഒരു 40-50 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് ഒന്നും ഇതിനകത്ത് നിന്നും നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ മാർക്ക് റേഞ്ചിന്റെ കാര്യമാണ്. നമ്മുടെ WCPOയിൽ ഈ പോൾ ഏകദേശം 17,000 പേര് എന്നുവെച്ചാൽ നിലവിൽ ഇപ്പോഴത്തെ ടൈം അനുസരിച്ച് ഏകദേശം 17,000 പേരടുപ്പിച്ച് പോൾ ചെയ്ത ഒരു പോളിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ WCPOയുടെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളിലും അപ്ഡേറ്റുകളിലേക്കും കിടക്കാം. അപ്പോൾ അപ്ഡേറ്റുകളിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മനോരമ പത്രത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന PSCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ്. ഇത് രണ്ട് ദിവസമായി ഈ ഒരു വാർത്ത വന്നിട്ട്. അപ്പോൾ ഈ വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. നമ്മുടെ ബിരുദതല പൊതുപരീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ഇപ്പം നടന്നിട്ടുള്ള പരീക്ഷയിലും സെയിം വിഷയം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 നിലവാരത്തിലുള്ള ചോദ്യ പേപ്പർ PSC ചെയർമാന് നിവേദനം നൽകിയെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു സംഘം വിദ്യാർത്ഥികൾ PSC ചെയർമാനെ കാണാനായിട്ട് പോയി എന്നും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, 3 ഘട്ടങ്ങളിലായിട്ട് കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന ബിരുദതല പൊതു പരീക്ഷയിൽ 3 നിലവാരത്തിലുള്ള ചോദ്യ പേപ്പർ ആയതുകൊണ്ട് ഒരേ ഘട്ടത്തിലെ കട്ട് ഓഫ് മാർക്ക് നിർണയിച്ച് സാധ്യതാ പട്ടിക തയ്യാറാക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. 2ാം ഘട്ട ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യം ഉന്നയിച്ച് PSC ചെയർമാന് നിവേദനം നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഫീൽഡ് വർക്കർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് പൊതുപരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. ചോദ്യപേപ്പർ 2ാം ഘട്ട അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ 2ാം ഘട്ടം കഠിനവും 3ാം ഘട്ടം താരതമ്യേന ലളിതവുമായിരിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതുപോലെ തന്നെ PSCയുടെ നടപടിക്രമം അനുസരിച്ച് 3 ഘട്ടത്തിനും കൂടി ഒറ്റ കട്ട് ഓഫ് ആണെങ്കിൽ 3ാം ഘട്ടക്കാർ കൂട്ടത്തോടെ അർഹതാ പട്ടികയിൽ ഇടം പിടിക്കുകയും 2ാം ഘട്ടക്കാർ കൂട്ടത്തോടെ പുറത്താകുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫൈനൽ ഉത്തര സൂചിക പ്രകാരം 2ാം ഘട്ടക്കാരുടെ 5ഓളം ചോദ്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതും അവർ പിന്നിലാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു തസ്തികയ്ക്ക് 3 നിലവാരത്തിലുള്ള ചോദ്യ പേപ്പർ നൽകുന്നത് വിവേചനപരമാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. ആശങ്കകൾ പരിഹരിച്ച് മാർക്കിന് സമീകരണ പ്രക്രിയ സുതാര്യമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. പരീക്ഷാഫലം ഉടനെ വരുമെന്നാണ് സൂചന. ഏപ്രിൽ 29, മെയ് 13, മെയ് 27 എന്നീ തീയതികളിലായിട്ടാണ് ഈ പ്രിലിമിനറി പരീക്ഷ നടത്തിയത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും UPSCക്കും വരെ അവർക്ക് അവരുടെ മാർക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ കേരള PSCക്ക് അതില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയായൊരു നടപടിയല്ല. എന്ത് തന്നെയായാലും മാർക്കിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ സുതാര്യമായിരിക്കണം അല്ലേ. അപ്പോൾ അതിനുള്ള അവകാശവും നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ. കാര്യം ഒരു പരീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് 3 ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇത് ലോട്ടറി എടുക്കുന്നതല്ലല്ലോ, PSC പരീക്ഷയല്ലേ, പഠിച്ചിട്ട് എഴുതുന്ന പരീക്ഷയല്ലേ, ലോട്ടറി എടുക്കുന്നതല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരേപോലെ ഒന്നിനും ഒരു പരീക്ഷ നടത്തുക, ഓറൽസ് എന്ത് ചെയ്യുക, നിങ്ങൾ 3-4 പരീക്ഷ നടത്തിക്കോ, എല്ലാം ഒരേ ലെവൽ ക്വസ്റ്റ്യൻ ആക്കുക. ഇത് തന്നെയാണ് ന്യായമായ ഒരു നമ്മുടെ ഒരു അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ കിടക്കാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ LP UP അസിസ്റ്റന്റ് അതുപോലുള്ള അധ്യാപക തസ്തികകളിലേക്കൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജി, ഫിലോസഫി, സോഷ്യൽ സയൻസിൻ്റെയൊക്കെ കംപ്ലീറ്റ് ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ഞാനൊരു നമ്പർ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ LP UPയുടെ ആണ് കേട്ടോ. അപ്പോൾ LP UP അതുപോലെ തന്നെ കേട്ടറ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ടീമാണ് നമ്മുടെ PSC ക്രൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ
വെബ്സൈറ്റും അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളൊരു മൊബൈൽ നമ്പർ നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ടീമിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അധ്യാപക തസ്തികകളിലേക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, ശേഷം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിലാദ്യം പറയുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ തസ്തികയിലേക്ക് 313 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 313 ഒഴിവുകളാണ് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ തസ്തികയിലേക്ക് വന്നിട്ടുള്ളത്. അതിലൂടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് 33, കൊല്ലം 27, പത്തനംതിട്ട 24, അതുപോലെ ആലപ്പുഴ 19, കോട്ടയം 30, ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ എറണാകുളം 41, തൃശ്ശൂർ 34, പാലക്കാട് 35, മലപ്പുറം 19, കോഴിക്കോട് 9, വയനാട് 12, കാസർഗോഡ് 13, അതുപോലെ തന്നെ കോഴിക്കോട് 9, അതുപോലെ തന്നെ കാസർഗോഡ് 17 എന്നീ ലെവലുകളിലാണ് വന്നിട്ടുള്ളത്. ആകെ മൊത്തം 313 തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ 35 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കുറഞ്ഞ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ കോഴിക്കോടാണ്. ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തത് ഇടുക്കിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കാര്യം. അതുപോലെ തന്നെ 6 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ LDC ടൈപ്പിസ്റ്റിന്റെ നിയമനം പിന്നോട്ടടിച്ച് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇനി 4 മാസം മാത്രമാണുള്ളത്. LD ടൈപ്പിസ്റ്റ് നിയമന ശുപാർശ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ മോശമാണ്. ഒരു പരീക്ഷ എഴുതുന്നത് തന്നെ ഒരുപാട് കാലത്ത് അധ്വാനത്തിന് ശേഷമാണ് ഒരു പരീക്ഷ എഴുതാനായിട്ട് കഴിയുക നല്ല രീതിയിൽ. അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റുകളിൽ വന്ന ശേഷവും നിയമനം നടക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പിന്തിരിപ്പൻ നയമാണല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാല പമ്പ് ഓപ്പറേറ്ററിന്റെ സാധ്യത ലിസ്റ്റ് ആയിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LGS കോഴിക്കോടിലേക്ക് 34 പേർക്ക് കൂടി ഉടനെ നിയമനം പോകുന്നുണ്ട്. അതുപോലെ ഓഫീസ് അറ്റൻഡന്റ് 167 പേർക്ക് കൂടി നിയമനം. പിന്നെ നിയമന ശുപാർശ ഇനി PSC പ്രൊഫൈൽ വഴിയും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ജൂലൈ 1 മുതൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾക്ക് ബാധകം, തപാലിലും കിട്ടുമെന്ന് പറയുന്നുണ്ട്. PSCയുടെ നിയമന ശുപാർശ മെമ്മോ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും ലഭ്യമാക്കാനായിട്ട് തീരുമാനമുണ്ടായിട്ടുണ്ട്. നിയമന ശുപാർശ തപാലിൽ അയക്കുന്നത് നിലവിലുള്ള രീതി തുടരുകയും ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി തൊട്ട് നമ്മുടെ നിയമന ശുപാർശ അല്ലെങ്കിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ് വഴിയും കിട്ടും, കൂടാതെ നമ്മുടെ പ്രൊഫൈൽ വഴിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ LDC തിരുവനന്തപുരത്തിലേക്ക് 29 പേർ കൂടി നിയമനം. ആകെ ശുപാർശ 457 ആണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള LDCയിലേക്ക് 5 പേർ കൂടി നിയമനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇത് ഓപ്പൺ ഫോറത്തിനകത്ത് പറയുന്ന കാര്യമാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് വരും മുമ്പേ തന്നെ പരക്കെ NJD നോൺ ജോയിനിങ് വരുന്നുണ്ട്. കൂടുതൽ പേരെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഇനിയും ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. കൂടാതെ ഓൺലൈൻ പരീക്ഷാ സംവിധാനം കാര്യക്ഷമമാക്കണം. ഒരുപാട് ഓൺലൈൻ സെന്ററുകളുണ്ട്, അവരുടെ പരീക്ഷാ സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ മലയാളം തസ്തിക കുറയ്ക്കൽ പ്രതിഷേധവുമായി എഴുത്തുകാർ. അപ്പോൾ നമ്മളത് കണ്ടതാണ്, 1/3 പേർക്കും നിയമനമില്ല എന്ന് പറഞ്ഞിട്ട് തൊഴിൽ വീതിക്കകത്ത് നിന്ന് തന്നെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മലയാളം അധ്യാപകരുടെ തസ്തികയിലേക്കുള്ള നിയമനം കുറയ്ക്കലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ നിലവിൽ എഴുത്തുകാരും കൂടെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ KSEBയിലേക്കുള്ള സബ് എഞ്ചിനീയറിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസിലേക്ക് ഉള്ള സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ 1409 അധിക തസ്തികകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധ്യാപക തസ്തികയിലേക്കൊക്കെ പഠിക്കുന്നവരെ പഠനം കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ജുഡീഷ്യൽ സർവീസിലേക്കുള്ള പ്രിലിംസിന്റെ ഫലം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 22 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് ഉടനെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ കമ്പനി കോർപ്പറേഷൻ, കമ്പനി ബോർഡ്, KSFE, KSEB മുതലായ ജൂനിയർ അസിസ്റ്റന്റ്, ക്യാഷ്യർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LD ക്ലർക്ക്, അങ്ങനെ നമ്മൾ എഴുതിയ ഒരുപാട് പരീക്ഷകൾ, ഏകദേശം 22ഓളം പരീക്ഷകളുടെ സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ലാസ്റ്റ് ഗ്രേഡ്, BEVCO, LDC ഉൾപ്പെടെയുള്ളവരുടെ റാങ്ക് ലിസ്റ്റ് ആണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, അതുപോലെ തന്നെ IRB പോലീസ് ഉൾപ്പെടെ വരുന്ന 41 തസ്തികകൾ ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും IRB പരീക്ഷ എഴുതിയവർ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അല്ലെങ്കിൽ IRB പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ്
കേരള PSCയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും IRB ഒക്കെ എഴുതിയവരെ ഒന്ന് ഫിസിക്കലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എൻഡുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് എൻഡുറൻസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നടത്തിയിട്ടുള്ള പരീക്ഷകളും ഇന്റർവ്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ PSC അപ്ഡേറ്റും വാർത്തയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ WCPയുടെ കാര്യം ഒന്നുകൂടി പറയുകയാണ്, അത് കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നും അല്ല, അതാണ് മാർക്കിന്റെ റേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം അതിനെ കാണാനായിട്ട് ശ്രമിക്കുക. കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നും ഞാൻ ചെയ്യത്തില്ല, അത് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മാർക്ക് റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഞാൻ ഈ പുറകിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു മാർക്ക് റേഞ്ച് കണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നിട്ടുള്ളത് 30-40 ആ റേഞ്ചാണ്. ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് 60-70 ആണ്. ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് 40-60 ആ ഒരു റേഞ്ചിനകത്താണ്. നമ്മുടെ ഒരു ആവറേജ് റേഞ്ച് മാർക്ക് വന്നിട്ടുള്ളത് 40-60 എന്ന് പറയുന്ന ആ റേഞ്ചിനകത്താണ്. അപ്പോൾ എന്തായാലും CPO പരീക്ഷ എഴുതുന്നവർ പഠിക്കേണ്ട ടോപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. കുറച്ച് താമസിച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്ഡേറ്റുകളും കാര്യങ്ങളും ക്ലാസിൻ്റെ കാര്യങ്ങളും ഒക്കെ ടെലഗ്രാം ചാനലിലായിരിക്കും പറയുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.